സ്റ്റാർട്ടിങ്ങിൽ അലർച്ചയാ. ഹലോ ഗായ്സ്, ശിവമിണ്ടാടുന്ന എന്തിനാ പേടിക്കണേ? പേടിച്ചിട്ട് വെള്ളമൊന്നും കാണിക്കണ്ട. ഹലോ ഗൈസ് പറയൂ, സ്റ്റാർട്ടിങ്ങിൽ അലമ്പാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അക്ഷയ്. വെറുതെ പുറത്തേക്ക് ഇറങ്ങി വെക്കിയതാട്ടോ. വല്ല മീൻ കിട്ടോന്ന് അറിയാം. പിലോപ്പി ബ്രാലൊക്കെ കിട്ടോ. ബ്രാല് കിട്ടിയില്ല. കിലോന് 60 രൂപയാണ്. ഇത് ശ്വാസം മുട്ടുന്നുണ്ട് തന്നെ. അപ്പൊ ആള് പറഞ്ഞു നല്ല ജീവനുള്ള മീനെന്നെ ശിവനെ നമ്മളൊരു ഉമ്മ കൊടുക്കാൻ പോവാണ്. ഗൈസ്, അടുക്കള മൊത്തം വൃത്തികേടായിട്ടിരിക്കണം കേട്ടോ, അതൊന്നും നോക്കണ്ട. പേടിച്ചിട്ട് അവിടെ പോയിന്ന് കരയാ. പേടിയാവണ്ടടാ, അമ്മയുടെ മോനൊന്നും ചെയ്യില്ല. അമ്മ അവിടെ ഉണ്ട്. അമ്മ എടുക്കാവായോ? അമ്മ എടുക്കട്ടെ? എന്ത് വാ. ശിവ എന്താ കണ്ടത്? ശിവ മീൻ എന്നിട്ട് എന്താ പറഞ്ഞേ? കിട്ടണില്ല അല്ലേ വഴിക്കിട്ട്? ശിവ അങ്ങോട്ട് വരില്ല. എടാ, നീ അടുക്കളയിൽ ഇതുവരെ എത്തിയതിനും കൊണ്ട് നന്നായിണ്ട്. എന്നാ വളർത്തിക്കോ. നല്ലതാ, നന്നാക്കാൻ വായു. ശത്രുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താ കൊന്നില്ലേ ഇവര്? ആണോ? ആവോ, അറിയില്ല. ശിവു വേണ. ശിവന് പേടിയാടാ. ശിവൻ വിചാരിച്ചിട്ടുള്ളത് മീനാന്നല്ല, പാമ്പൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. അതെ, ആളിടയ്ക്ക് കരയും ഇടയ്ക്ക് ചിരിക്കും. ശിവ വേണ്ടാ, നമുക്ക് കൂട്ടാൻ ആള് ചിരിച്ചു. ഇവിടെ ആ കലമ്പായി കിടക്കാണ്. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ടൊന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ നാളികേരപ്പാൽ വെച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണ ഏട്ടാ കറി. അല്ലേ കുട്ടോ? ഇന്ന് കറി വയ്ക്കാൻ പോണത് ആരാന്ന് വെച്ചാൽ കറി വയ്ക്കാൻ പോണത്? നീ. ഇന്ന് കുട്ടന് ഫുള്ള് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വയ്യാത്ത കാരണം. ഇതല്ലേ പേര് പറയ ശിവ. അങ്ങോട്ട് നിക്ക് പറഞ്ഞ. ഇങ്ങോട്ട് വാ, അവിടെ കൊണ്ടേക്കാനോ. ഏയ് താങ്ക് യു പറ. ഓടി. ശിവു, ഉണ്ണിയോടെ അടുത്ത് നിൽക്കൊരു ഫോട്ടോ എടുക്കട്ടെ അമ്മ. വരാം. ഗായ്സ്, നമ്മുടെ ശിവുവിന് എന്തോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. നോക്കിയാലോ? ശിവുവിന് കിട്ടി ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു തരും അമ്മയ്ക്ക്. ഇതാണ് കേട്ടോ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ഇപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന സംഭവങ്ങൾ മാത്രം എടുത്ത്. ശിവ ബുക്ക് ചൊളിക്കല്ലേ? മിഠായി കൊടുക്കുന്നുണ്ടല്ലേ? അച്ഛൻ നോക്കട്ടെ. തുറന്നോക്കട്ടെ അച്ഛൻ. ഏയ് അച്ഛൻ എൻ്റെ ഉള്ളിലെന്തോ. ശിവുന് ഗിഫ്റ്റ് കിട്ടിയിട്ട് അമ്മയ്ക്ക് എന്താന്നില്ലല്ലോ. അച്ഛനൊരു മിഠായി തരുമോ?
ഇതായിരുന്നെന്താ ശിവ? അതാരടാ അവിടെ? അവിടെ ആരുള്ളത്? ഒരു മിഠായി ഞാൻ എടുത്തു, എന്റെ കയ്യിലുണ്ട്. നോക്കി, അച്ഛന് തരില്ല പറഞ്ഞോ? തായോ അച്ഛന് താടി പറഞ്ഞോ? ശിവ നീ എനിക്ക് മിഠായി തരില്ലല്ലേ? അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര നേരം? അപ്പൊ ഇന്നത്തെ വീഡിയോ വാർഡ് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ശിവന്റെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കുട്ടികളും അവരുടെ പാരന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ശിവന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇന്ന് ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ പോവാണ്, നാളെ തൊട്ട് പുതിയ കുട്ടികൾ വരും, നമ്മുടെ ശിവ അടക്കം. പിന്നെ നമ്മളിന്ന് ബ്രാലിന് വാങ്ങിയിട്ടുണ്ട്. ആ ബ്രാലിന് നമ്മൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്നത് പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാവല്ലോ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല, തൃശ്ശൂർ എന്തായാലും ബ്രാൽ എന്നാണ് പറയുന്നത്. ഒരു മീനാണ്, മറ്റേ പുഴമീനല്ലേ? പുഴമീന, കായൽ മീന സംഭവം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ്. അപ്പൊ സാധനത്തിന് ജീവനുണ്ട്. അപ്പൊ നമ്മള് അത് ചത്തോട്ടേന്ന് വിചാരിക്കുമ്പോ ചത്തോട്ടേന്ന് വെച്ചിട്ട് സാധാരണ ഈ മീനെ മേടിച്ചു കഴിഞ്ഞാൽ ആൾക്കാര് അതിനെ കൊല്ലണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ അടിച്ചു കൊല്ല, തലേമ എന്തെങ്കിലും ഇട്ട് അടിച്ചു കൊല്ല, അങ്ങനത്തെ സെറ്റപ്പാണ് ചെയ്യുക. കാരണം ഈ സാധനം പെട്ടെന്ന് ചെയ്യാൻ തോന്നാത്ത കാരണം കൊണ്ട് അത് കാരണം ഞാൻ ഉരുളിയിട്ട് വെച്ചുകൊടുക്കാണ്. സാധാരണ മീനൊക്കെ വെള്ളത്തിൽ ഇടാണ്ടിരുന്ന ചാവിലോ, ഇവര് ചാവണില്ല, ഇവര് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നല്ല മഴ ദിവസം അലക്കാന്ന് വെച്ച് കഴിഞ്ഞാ അപ്പൊ അലക്കല് നടക്കില്ല. അവിടെ നിന്ന് കൊണ്ടുവന്ന ബുക്കൊക്കെ നല്ല സേഫ് ആക്കിട്ട് ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ബുക്കാണ് എന്റെ കയ്യിലുള്ളത്. ആൽഫബറ്റ് ആണ്, കളറിംഗ് ബുക്കാണ്, പിന്നെ ശിവന് ക്രയോൺസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാളെ തൊട്ട് ശിവ സ്കൂളിൽ പോകണം. രാവിലെ 10 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 4 മണിക്കാണ് വരല്ലേ. പിന്നെ അതുവരെ എങ്ങനെ നമ്മൾ ശിവനെ കാണാൻ ഒരു അൺബോക്സിംഗ് ഉണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് മീഷോന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മളെ റൂം ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഇന്ന് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കും. കാരണം നമ്മൾ എപ്പോഴും ഒന്നെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 11 മിനിറ്റ് ഒക്കെ ഉണ്ടാവാറുള്ള വീഡിയോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ലെങ്ത് കുറച്ചും കൂടി കൂട്ടിയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാന്നാണ് വിചാരിക്കണത്. എപ്പോഴും ഭയങ്കര മടി അല്ലേ? ഭയങ്കര മടിയല്ല. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പൊ ഒരു ഓൺലൈനായിട്ട് ഞാനൊരു ക്രീമിന്റെ ഹോൾസെയിൽ ബിസിനസ് പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഫുൾ ടൈം മുഴുകിയിരിക്കുകയാണ്. കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അതിന്റെ മെസ്സേജ് റീപ്ലേസ് കാര്യങ്ങൾ അതും വരുന്ന തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ അതും അഡിക്റ്റ് ആയി പോയി. പിന്നെ അതും ഇരിക്കലായി പണി മൊബൈലില്. അപ്പൊ അതുകൊണ്ട് വീഡിയോസ് ഇടല് കുറഞ്ഞു. അപ്പൊ റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് റൂം ഒന്ന് റെഡി ആക്കണം. അപ്പോൾ അത് ചെയ്യണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മടി മാത്രല്ല, നമ്മള് കറക്റ്റ് ആയിട്ട് ഒരു കണ്ടന്റ് ഇല്ലാണ്ട് വെറുതെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് നല്ല ഇപ്പൊ ശിവുവിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഈ വീഡിയോസിലൊക്കെ ദിവസം ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നല്ല സപ്പോർട്ടായിട്ടുള്ളൊരു മിസ്സിനാണ് ശിവന് കിട്ടിയിട്ടുള്ളത് അല്ലേ ശിവ? വീഡിയോസ് ഒക്കെ എടുത്തോളൂ, അങ്ങനെ എല്ലാം നല്ല അല്ലേ? നല്ലോണം നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഉഷ ടീച്ചർ. ശിവന്റെ ടീച്ചർ പേരെന്താ? പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ ചെറുപ്പാണ്ടാ. നമ്മള് വിചാരിച്ചു പ്രായ ആൾക്കാരൊക്കെ ഒന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോ ടീച്ചറെ പോലെ ഒരു ടീച്ചറല്ലേ. അപ്പൊ നമ്മളാരും കുളിച്ചിട്ടില്ല കേട്ടോ, മഴയാണ്. എപ്പോഴും അൺബോക്സ് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ അത് തുറക്കാം എങ്ങനെയാണ് മീഷോന്നായ കാരണം കൊണ്ട് കുറെ പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മേടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അല്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതുപോലെ ആണോ ഉണ്ടാവുക, വലിയ സംഭവം ഓർഡർ ചെയ്തിട്ട് ചെറുതാണോ വന്നിട്ടുള്ളത്, അങ്ങനെയൊക്കെ അറിയാനൊരു ആകാംക്ഷയുണ്ട്. എപ്പൊ തുറക്കണം? മേടിച്ചിട്ടുള്ള മൊത്തം 100-150 സാധനം അല്ലേ? കാണാം 2-3 200 മീഷോ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ആപ്പാണ് മീഷോ. നല്ല കാര്യം നല്ലതല്ലേ, റേറ്റ് കുറവിൽ കിട്ടുമെന്ന് വെച്ചാൽ. പിന്നെ ശിവുവിന് പറ്റുകയാണെങ്കിൽ കുറച്ച് കോട്ടൺ ഉടുപ്പുകൾ മേടിക്കണം. ക്ലാസ്സിൽ കാരണം തുണികളൊന്നും ഉണങ്ങണില്ല. പുറത്ത് ഞങ്ങൾക്ക് ടെറസിലാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇതില്ല. നമുക്കത് അൺബോക്സ് ചെയ്താലോ? അൺബോക്സ് ചെയ്യാം, ഞാൻ നിന്റെ വീഡിയോ എടുക്കാം. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ റൂമൊക്കെ എങ്ങനെ അലങ്കൃതമാക്കാം എന്നുള്ള ഒരു. അതായത് നമ്മളുടെ റൂം ഇപ്പം ഞാൻ ഇൻട്രസ്റ്റിലാണ് നോക്കാറ് എപ്പോഴും. റൂം എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, ഇപ്പൊ ഹോളായാലും കിച്ചൺ ആയാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ എന്തൊക്കെ വേണം. പിന്നെ ഞാൻ കാട്ടിലിടും.
കാട്ടില ഇടും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഇപ്പൊ ഞാൻ നോക്കി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട അത് സിമ്പിളായിട്ട് നമുക്ക് റേറ്റ് കുറവിന് ചെയ്തിട്ട് എങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്ര ബഡ്ജറ്റ് എന്നുള്ളത് ഞാൻ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഏകദേശം ഓരോന്നിനും എത്ര വരുന്നുണ്ട്, പിന്നെ അതിന്റെ കോഡും ഞാൻ അതിന്റെ കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂം എങ്ങനെ അലങ്കരിക്കാം എന്നുള്ള വീഡിയോ ആണ്. നീ അലങ്കരിക്കുന്ന ഫുള്ള് വൃത്തിയാക്കിക്കോ. ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അല്ല, ഞാനൊരു സാധനം വാങ്ങിട്ടായിരുന്നു, തപ്പട്ടെ. പിന്നെ നമുക്ക് കറി വെക്കണം. മീൻ രാത്രി വരെ 2 മണിക്കൂറായിട്ട് വെള്ളമില്ലാണ്ട് കിടക്കണം. അവര് ചത്തിട്ടില്ല കേട്ടോ. അതവിടെ എത്ര നേരം കിടക്കണു കടയില് വെള്ളത്തില് കിടക്കണ പൊട്ടത്തി നീ ഇങ്ങനെ വെച്ചേക്കണത് എന്റെ മുമ്പിൽ വെച്ചിട്ടില്ല എടുത്തത്. അപ്പൊ അതങ്ങനെ എന്ത് മീനാണോ ചാവണില്ല. ഇനി കൂട്ടാൻ വയ്ക്കുമ്പോ തിന്നണ സമയത്ത് കിടന്ന് ചാടാൻ. ചേട്ടനെ വിളിച്ച് രാവിലെ ചോദിച്ചത് എങ്ങനെയാണ് ഇത് സാപ്പാൻ പറഞ്ഞു ഇത് പെട്ടെന്ന് ചാവണ ഒരു മീനല്ല, അതിന്റെ തലേമൊക്കെ ആൾക്കാർ അടിച്ചിട്ടാണ് അതിനെ കൊല്ലാറ്. പക്ഷെ ഞാൻ അത്ര ക്രൂരനല്ലാത്തത് കൊണ്ട് അടുക്കള വരെ കൊണ്ടുവന്നിട്ട് അടുക്കളയിൽ പക്ഷെ കൊല്ലാൻ പറ്റില്ല. അപ്പൊ തുടങ്ങിയാലോ? എനിക്കത് തുറക്കാണ്ട് ഒരു സമാധാനല്ലേ. ഇത് ശിവ തുറന്നാട്ടാ. അപ്പൊ നമ്മള് തുറക്കാൻ പോകണ്ട. അത് ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് എനിക്കും അറിയില്ല. അപ്പൊ ഞാനും ആദ്യം കാണാൻ പോണ പൊളിക്കട്ടെ. കൂട്ടത്തിലുള്ള ഏറ്റവും വലുത് പൊളിക്കാൻ പോവാണ്. എന്തൊരു ആദായ വിൽപ്പന ചവിട്ടി നീ വല്ല ചവിട്ടി. അതെ, മഴക്കാലമായ കാരണേ ചവിട്ടികൾ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങി കഴിഞ്ഞാൽ കിട്ടില്ല. അത് കാരണം കൊണ്ടാണ് മെയിനായിട്ട് ചവിട്ടി മേടിച്ചത്. 1 2 3 4 എത്ര രൂപ? ഇതിന്റെ റേറ്റ് ഞാൻ ഇവിടെ ഇതിന്റെ കൂടെ കൊടുക്കാട്ടാ. ഞാൻ അത് നോക്കണം. പക്ഷേ ഒരെണ്ണം കൂടി ഉണ്ടടാ. വേണ്ടത് ബാക്കിൽ വെക്ക്. ഒരെണ്ണം കൂടി ഉണ്ട്. ശിവ വരുമ്പോഴേക്കും കേട്ടോ. അല്ലെങ്കിൽ ഇതിപ്പോ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂട്ടാ പുൽച്ചവിട്ടി. ഈ പുൽച്ചവിട്ടിയുടെ ഒരു പ്രത്യേകത. ഇത് മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നനഞ്ഞ കാലോട് വന്നിട്ട് ഇതിൽ ചവിട്ടി ആ വെള്ളം പോകുന്നില്ലേ. ഭംഗിക്കിടാന്ന് മാത്രം. ഇത് തുറക്കാൻ കുറച്ച് ടൈം വേണം. ഒന്ന് കട്ട് ചെയ്തോ. ഇതൊരു കിടില സാധനം. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ്. എന്തെന്നാടണേ പൊളിക്കണ? പൊളിച്ചോ. മെല്ലെ വലിയ ഇതൊന്നും ബലൊന്നും ഉണ്ടാവില്ല അല്ല. വല്ലാണ്ട് ആകാംക്ഷ വേണ്ട. പൊളിച്ചു കഴിഞ്ഞാൽ ശരിയാക്കിയിട്ടുണ്ട്. ആകാംക്ഷ കൊണ്ട് ശരിക്കും തേങ്ങ അതെ. അതിന്റെ പിന്നിൽ തന്നെ ഇതുണ്ട്, ഡബിൾ സൈഡ് ഉണ്ട് കേട്ടോ. സെലോ ടൈപ്പ് ഉണ്ട്. കുട്ടികൾ ഇഷ്ടമായില്ലേ നന്നായിട്ടില്ലേ? ഇത് അതിനൊക്കെ 100 സംതിങ് കൂടെ ആയിട്ടുള്ളോ. അതേ വന്നു. അടുത്ത സാധനം പൊളിച്ചു നോക്കട്ടെ. നമ്മുടെ ശിവ കൂടെ വന്നിട്ടുണ്ട്. എല്ലാം ശിവ അച്ഛൻ്റെ അടുത്ത് ഇരിക്കും. അതിനവിടെ ഇരുത്തിയടാ. എന്നിട്ട് ഗായ്സിനോട് പറയും ഞങ്ങള് സാധനങ്ങൾ പൊളിക്കാൻ പറയും. നമുക്ക് നോക്കാം. ഇനി മച്ചന്മാരായിട്ട് പറഞ്ഞ ജിയോ മച്ചൻ പറഞ്ഞ പോലെ പറഞ്ഞത് നമ്മുടെ ജിയോ മച്ചാലി ഒരു ഫാനാണ് ആള്. അപ്പൊ മച്ചന്മാരുടെ ഇത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും സാധനം പറയും. പിന്നെ ശിവന്റെ മേത്ത് ലഡുവിന്റെ പൊടിയാണ് ഇട്ടുള്ളത്. ഇപ്പൊ അവിടെ നിന്ന് ലഡു കഴിച്ചിട്ടുണ്ട്. ശിവു അത് അച്ഛൻ പൊളിച്ച് കഴിയട്ടെ കണ്ണാ പ്ലീസ്. അത് കാർപ്പറ്റ് നിലത്തിരിക്കാം നമ്മളുടെ ബെഡിന് താഴെ. എന്റെ ദൈവേ, ഫുള്ളായിട്ട് നിവർത്ത് എന്തോരുണ്ടെന്ന് അറിയാനാ. അത്യാവശ്യം ലെങ്ത് ഉണ്ടല്ലേ. അത്യാവശ്യം വലുതാണ് കേട്ടോ. ഇനി ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം നിങ്ങക്ക് കേട്ടോ. എന്തിന്റെ മുഖത്ത് കുട്ടുവിന്റെ ഇത് നമ്മൾ മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്ന ബെഡ്ഷീറ്റിനാണ് കേട്ടോ.
അപ്പം എനിക്ക് ഈ ഇതേക്ക് ഇഷ്ടമായ കാരണം കൊണ്ടാണ് കുറച്ച് കളർഫുൾ ആയിട്ട് നിൽക്കും, അത് കാരണം കൊണ്ട് മേടിച്ചതാ. ആ ഇനി ഇത് വിരിച്ച് കാണിച്ചു തരാം കേട്ടോ. അതവിടെ വെക്ക് പൊന്നു, എൻ്റെ മോനെ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതമ്മ. ഒരുമിച്ച് വെക്കാം കേട്ടോ. ആ കറങ്ങ അതോടെ വെക്ക് പൊന്ന. ആ എൻ്റെ മോൻ്റെ കെട്ടിത്താഴണത് ഇത് ഒട്ടിക്കട്ടെ പൊന്നെ നമുക്ക്. നമുക്ക് നോക്കി ഇത് കഴിഞ്ഞിട്ട് ശിവുവാണ് ഒട്ടിക്കുക. മറ്റേ പാട്ട് പാടി കഴിഞ്ഞാൽ അച്ഛൻ തരാം. നമ്മുടെ സുരേഷ് ഗോപിയുടെ പാട്ടില്ലേ പ്രായത്തിന്റെ പടത്തിലെ, ആ പാടിക്കോ. ശിവു അത് ഒട്ടിക്കട്ടെ പിന്നെ. ഇത് നോക്കി ഈ പാക്കറ്റ് ഒക്കെ എൻ്റെ മോൾ അച്ഛൻ്റെ കൂടെ ഇരുന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ അമ്മ അത് തരാം. ഓക്കെ വേഗം വേഗം കയറിയിരിക്കട്ടെ പൊന്നാ. ഒക്കെ നശിപ്പിക്കുന്നുണ്ട് രണ്ടും കൂടിയിട്ട്. ഇത് ഞാൻ കുട്ടുപറയേണ്ട കുട്ടനെ ഓർഡർ ചെയ്തതാ. ശരിക്കും നിവർത്തി വെക്കണം അങ്ങോട്ട്. ആ അങ്ങനെ അങ്ങനെ ആ സംഭവം ഇവിടെ ഒരു പള്ളി നിൽക്കണോ? ആ ഈ സംഭവം അതെ ഇങ്ങനത്തെ പോടാ. ഏയ് അത് വെച്ച് കഴിഞ്ഞ രസം ഉണ്ടാവും. വുഡൊന്നും ആവില്ല ഇത്. അതെ ഇതിൻ്റെ ഇപ്പോൾ ഓരോന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ കോഡും അതിൻ്റെ പ്രൈസ് വന്നു ഞാൻ അതിൽ കൊടുക്കാട്ടോ. വേഗായിക്കോട്ടെ വേഗായിക്കോട്ടെ, നമുക്ക് നേരല്ലേ കണ്ണാ, നമുക്ക് ഉടുപ്പ് മേടിക്കാൻ പോണ്ടേ. ഇതെങ്ങനെയുണ്ട് കൂട്ടോ കളർ? ഇത് ചേച്ചിക്ക് മേടിക്കണം എന്ന് പറഞ്ഞു, ചേച്ചിക്ക് വേണം. നൈസായിണ്ടല്ലോ കൂട്ടോ, ശരിക്കും ശരിക്കും വീഡിയോയിൽ കണ്ട പോലെ ഉണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഇങ്ങനെയുണ്ട് ഈ കളർ എന്ന്. ഇവിടെ ഇരുന്നിട്ട് മതി, ഇവിടെ ഇരുന്നിട്ട് മതി. കിളിക്ക് നോക്കാന്നോ? അതിന്റെ പണി തീർക്കൂല. എന്ത് രസം കാണാൻ. ഇനി അടുത്തത് പൊന്നു നശിപ്പിക്കല്ലോ കണ്ടു പൊളിക്ക്. മറ്റേ ബാമ്പു വെച്ചില്ലേ ഇതിൻ്റെ ഉള്ളില് എന്തോ സംഭവമൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തൊരു സംഭവം നമുക്കൊന്ന് ശരിക്കും നോക്കി നോക്കണം. ഇത് മറ്റേ ഇതാണ് ബാമ്പു. അതെന്താവും? ഇത് നമ്മൾ പൊട്ടിക്കണില്ല കേട്ടോ. ഇത് ഹുക്കുകളിൽ നമ്മുടെ ഈ ചുമരുമ്പോ അങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന തരത്തിലുള്ള ഹുക്കുകളാണ്. അത് ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചോ? ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കില്ലേ? സംഭവം നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടാണ് നല്ല ക്വാളിറ്റി. അതായത് നല്ല ക്വാളിറ്റി ഉണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാലോ വീട് ഞങ്ങളോട് മാറിയ സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതുവരെ പോന്നിട്ടില്ല. ഉണ്ണിയുടെ ഫോട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അതുവരെ പോന്നിട്ടില്ല ഇതുവരെ. അതിന്റെ മുകളിൽ തന്നെയാണ് ഇതൊക്കെ നിക്കണേ. ഇത് പിന്നെ വേറെ വേറെ ടൈപ്പ് ഉണ്ടല്ലോ ഇതില്, കൊളുത്ത് പോലെ ഉണ്ട്, തൂക്കിടാൻ പറ്റിയത്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ. മീനെ കെട്ടിയിട്ട് വെച്ചേക്കാന്ന് പറഞ്ഞാണ്. മീനവിടെ സൗണ്ട് ഉണ്ടാക്കണ്ടേ. അതിൻ്റെ ഉള്ളിലാണ് വെക്കുക. ഞാൻ കാണിച്ചു തരാം. കണ്ട അത് റൂമിൽ വെക്കണം. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സൂപ്പർ സാധനല്ലേ ചൂട്ടിയെ. അടിപൊളി.
നല്ല രസം. നീ അടുത്തത് ഹോയ് എടുത്തേക്ക് പൊന്നോ, എടുത്തേക്ക് നശിപ്പിക്കല്ലേ കണ്ണാ. ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കുന്ന ഞാൻ ആലോചിക്കണേ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഇത്ര സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് എന്തായാലും റൂമിൽ എന്താ പറയുക ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കാരണം കിടപ്പ് കണ്ടില്ലേ, അപ്പോൾ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവർക്ക് രണ്ടാൾക്കും ഒരു പണിയുണ്ട്, അത് ഞാൻ കൊടുക്കട്ടെ. ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ കണ്ടോ? ഇങ്ങനെ വിലയോ തുച്ഛം, ഗുണമോ മെച്ചം, ആദായ വിൽപ്പന. നമുക്കൊരു പാട്ടോടെ അവസാനിപ്പിക്കാം, എന്നിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ മറ്റേ സുരേഷ് ഗോപിയുടെ പാട്ടില്ലേ, പ്രയത്തിന്റെ പടത്തിലെ ഇനി മറ്റേത് കുഴിയിൽ വീഴുമ്പുള്ള പാട്ടില്ലേ, കൺമണി 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 പാട്. സൗണ്ട് ഇങ്ങോട്ട് കേൾക്കണ്ട, അതാണ് ശിവ പേടിച്ചേട്ടാ. വന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി തറയിൽ വീണപ്പോ ശിവ പേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു കുഴപ്പമില്ല. എന്ത് രസാണ് കളർ കാണാൻ, അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ആണ് നമ്മുടെ റൂം. ഇപ്പോൾ ഇത് പഴയ അലമാരിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എന്താ പറയുക ഉണ്ണി മിഠായി കഴിച്ചതിൻ്റെ ഇതൊക്കെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ടി വി ഇരിക്കുന്നത് കാണിച്ചു തരാം. ആണ് നമ്മുടെ ടി വി ഇരിക്കണത്. പിന്നെ റൂമൊക്കെ ഒന്ന് ആകെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബെഡ് ഇത് എന്താ പറയുക ബെഡ്ഷീറ്റ് വിരിക്കാൻ പോവാണ്. പിന്നെ ഇത് നമ്മുടെ അലമാര അപ്പുറത്തേക്ക് ഇട്ടിട്ട് അപ്പുറത്തുണ്ടായിരുന്ന എൻ്റെ ഇത് എന്താടാ ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ മേക്കപ്പിൻ്റെ സംഭവങ്ങളൊക്കെ വെക്കണത് ഈ കബോർഡ്. അപ്പോൾ ഇതാണ് ബെഡ്ഷീറ്റ്. പില്ലോ കവറും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. തലയാണകൾക്കൊക്കെ ഉടുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മള് ട്രിപ്പ് പോയപ്പോ അവിടെ നിന്ന് മേടിച്ചാണ്. ഇതിന് രണ്ടിനും കൂടി അത്ര 200 രൂപയുണ്ട്. പക്ഷെ കുറച്ച് കൂടുതലാണ്. ഞാൻ അവരോട് പറഞ്ഞാണ് ഇതിൽ റേറ്റ് ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ നല്ല ഇതേ റേറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രല്ല ഇത് കുറച്ച് എന്താ പറയാ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ചിലത് ഭയങ്കര എന്താ പറയാ പഞ്ഞി ഭയങ്കര കുറവായിരിക്കും. അല്ല കട്ടിലത്തിനാണ് നീക്കിട്ടെ അവിടെ നേരെ കൊണ്ടുപോ. ആ ഓക്കെ അവിടെ വെച്ചോ. ഓക്കെ ഇവിടെ വെക്കാന്നാണ് കേട്ടോ വിചാരിക്കണേ രീതി സംഭവം. ഇതവിടെ നോക്കിയിട്ടുണ്ട്. ആ സംഭവം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടു ഗൈസ്, ഭംഗിയില്ലേ? അയ്യോ എനിക്ക് ഫാനിട്ടൂടെ. ആ ഫാനിട്ട സൗണ്ട് ചിലപ്പോ കുറയും. അതാണ് നമുക്കിതൊക്കെ കാണാം. ഇച്ചിരി കൂടി നീക്കിയിട്ട്. അയ്യോ അത് വിരിക്കണേക്കാൾ മുമ്പ് കാർപ്പറ്റ് വിരിക്കാണ്ട്. നമ്മളിവിടെ വെക്കാൻ പോവാണ് അല്ലേ. നല്ല നീട്ടുണ്ടോ? അതിന് എത്ര രൂപയുണ്ട്? 200 300 അത്ര ഇതിന് റേറ്റ് ആണ് 300. ഓക്കെ. ഓ അപ്പോൾ അത്ര കേട്ടോ. നമ്മള് ബെഡിന്ന് എണീറ്റ വഴിക്ക് ഈ കാർപ്പറ്റിലേക്കാണ് ഇനി ചവിട്ടാൻ പോകുന്നത്. എന്റെ ചെരുപ്പിട്ട് നടക്കണോക്ക്. എന്തുകൊണ്ടല്ലോ ഇവിടെ ഞാൻ വന്നിക്കായിരുന്നു. അപ്പൊ ഇത് കാണിച്ചറി
ഇത് മനെ കണ്ണു മുക്കിങ്ങനെ ഞാൻ ഇല്ലാന്ന് വെച്ചിട്ട് ഒരു വണ്ടി എടുത്ത് അടിക്കാന്ന് കയറുന്നു. തുടങ്ങാം. ഈശ്വരാ. അപ്പൊ ഇതിന്റെ അടിയില് ഇതിന്റെ അഡീഷണൽ ആയിട്ട് ഇതിന്റെ എന്താ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതാണ് ഈ സംഭവം. കുന്തണ്ടായിരുന്നു, അത് ഇതിൽ ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോ ഇതിങ്ങനെ ഒരു സ്റ്റാൻഡായി മാറി. അതെ. വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ടുള്ളടാ ഗൈസ്. അപ്പം ഞങ്ങളുടെ ഫോട്ടോ അതേ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ വെച്ച് ചെറിയൊരു മറ്റേ ഫ്ലവർ പറയാ കുറച്ച് ഫ്ലവറും അല്ലല്ലോ അത് കൂടെ വെച്ച് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് കുറച്ച് സംഭവങ്ങൾ മാത്രം വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തതാണ് റൂം. ആരത് മറ്റേ പടല്ലേ അതുപോലെ ഉണ്ട്. അതുപോലെയല്ല പിന്നെ ആ ചുരുങ്ങിയ നിമിഷങ്ങളല്ലേ നമ്മൾ ചെയ്തത്. വേറെന്തൊക്കെ പറയാനുള്ളേ പറഞ്ഞു. നമുക്കപ്പോൾ റൂം കണ്ടാലോ? അപ്പോൾ റൂം ഇതേ വൈഡായിട്ടാണ് കേട്ടോ എടുക്കണേ. റൂം ഇത് ഇങ്ങനെയുണ്ട്. ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? പറ്റണ പോലെയൊക്കെ അതേ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൂം. സിമ്പിളായിട്ട് കുറേ അധികം സാധനങ്ങളൊന്നും വലിച്ചു വാരി ഉപയോഗിച്ചിട്ടൊന്നുമില്ല. സിമ്പിളായിട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ അതായത് ഓരോന്നും കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്തൊക്കെ മേടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ആണല്ലേ? അല്ലേ? അല്ല, ആ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാനാ. അതെ. പക്ഷെ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഒന്നും കൂടി കാണിക്കാം. ഇത് വന്നിട്ടുണ്ടായിരുന്നട്ടാ, നല്ല വെയിറ്റ് ഉണ്ട്. അവനറിയില്ല അതെന്താന്ന്. ഓപ്പൺ ചെയ്ത് നോക്കിക്കോ. വെക്കടാ. താങ്ക് യു. You 2 minutes most important for us. Don't forget to 5 star കൊടുക്കാൻ പറഞ്ഞവര്. അവരെന്നെ പറഞ്ഞത് കൊടുത്തോളാണ്. സാധനം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് പറയാം. നമ്മളിത് സ്ക്വയർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് വന്നത് ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ എന്താ പറയുക, കാണാൻ നല്ല രസമുണ്ട്. ക്വാളിറ്റിയും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എടാ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. 233 രൂപയാണ് ഇതിനായത്. നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ഇതും കൂടെ വെച്ചിട്ട് അവസാനം കാണിക്കാം. അപ്പൊ ഇതും കൂടി വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ. Thank you for purchasing a product from us. Hey guys, അപ്പോൾ നമുക്ക് കുറച്ച് തുണികളൊക്കെ കഴുകിയിടാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് കൊറിയർ വന്ന് അതപ്പോൾ കഴുകിയിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടി നടക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴക്കാരുണ്ട് കേട്ടോ. കണ്ടോ? നിങ്ങൾക്ക് കാണാനുണ്ടോ? നോക്കട്ടെ. കണ്ടോ? അങ്ങനെ ഇപ്പം മഴക്കാരുണ്ട്. ഇപ്പോൾ പോയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ പോയ പോലെ ഇപ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. കാരണം നല്ല മഴക്കാരുണ്ട്. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിവുവിനെ നാളെയാണ് നമ്മൾ വിടാൻ പോണത്. അതായത് 30-ാം തീയതിയാണ് പ്രവേശനോത്സവം. 29-ാം തീയതിയാണ് നമ്മളുടെ 28-ാം തീയതി 29-ാം തീയതി ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയിൽ നിർത്തേണ്ടി വന്നു. കാരണം ഈ ഒരു സംഭവം ഈ ഒരു കൊറിയർ ഇന്ന് വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് വീഡിയോ ഇടാലോ എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരുമിച്ച് കാണിച്ചു തരാമല്ലോ. അത് അവിടെ ഇവിടെ ഇല്ലാണ്ട് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ആക്കിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നല്ല കറിയൊക്കെ വെച്ച് ചോറൊക്കെ കൊണ്ടുവിടാം. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷമൊന്നുമില്ല. ഷിവുവിന് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് പറയേണ്ട കൂട്ടു.
അപ്പം അതും കൂടെ ഒന്ന് കാണിക്കാം. ഇന്ന് പോകുന്നുണ്ടോയെന്ന് ഇനി നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിനെയും കൊണ്ട് റിസ്ക് എടുക്കില്ല. പനി വന്നാലോ എന്നൊക്കെയുള്ള മഴച്ചാറിൽ കൊള്ളുകൊണ്ട് വെച്ചിട്ടേ കടകളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ സീനാവുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നോക്കാം. മഴ കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് ഇറങ്ങും, നല്ല മഴയാണെങ്കിൽ ഇറങ്ങില്ല. ഹായ് ഗൈസ്, അപ്പോൾ അങ്ങനെ നടക്കാൻ പോയ ഒരാൾ വീട്ടിൽ കയറിയിട്ടുണ്ട്. നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ മഴയുടെ പ്രശ്നം കാരണം കൊണ്ട് ഭയങ്കര സീനായിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇപ്പോൾ പ്രവേശനോത്സവം മാറ്റാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ മാറ്റുന്ന പറഞ്ഞത്, ഇനി വല്ലാന്നുണ്ടെങ്കിൽ പറയാമെന്നാണ് കേട്ടോ ടീച്ചർ പറഞ്ഞത്. ഗൈസ്, അപ്പോൾ നമ്മുടെ റൂമിൻ്റെ എൻട്രി ഇങ്ങനെയാണ് കേട്ടോ. ഒരു ചെറിയൊരു സ്റ്റൂള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയൊരു ചവിട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ഇവിടെ വെച്ചു. അതിനിടയ്ക്ക് ട്രിപ്പായിട്ടോ ഇടാ, എന്താ ചെയ്യാ മറ്റേ. അപ്പോൾ അതുപോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മളിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദേ ഇതാണ് നമ്മുടെ ബെഡ്റൂം. സിമ്പിളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ ബെഡ്റൂം. ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ മറ്റേത് എൻ്റെയും കുട്ടൂനെ ഓറഞ്ച് എൻ്റെയും കുട്ടൂനെയും ഡ്രസ്സുകളാക്കി വെക്കുന്നതും, പിന്നെ മറ്റേതില്ലേ റെഡ് അത് ശിവുവിൻ്റെ ഡ്രസ്സുകൾ, വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. പിന്നെ ഒരു ബാസ്ക്കറ്റിലാണ് ശിവുവിൻ്റെ ശരിക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകൾ. പിന്നെ ഞാൻ കുറച്ച് ലീഫൊക്കെ എടുത്തിട്ട് ഇത് ഇങ്ങനെയൊക്കെ വെച്ച് വെറുതെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ മാത്രം കാര്യങ്ങളൊന്നും നമ്മുടെ വീഡിയോയിലില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.